ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ ഒരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കാണുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ വീതി കൂടിയ ബ്ലാക്ക് ഹെയർ ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. സിൽവർ കളറും അതേപോലെ ഗോൾഡൻ കളറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 4mm വൈറ്റ് പേൾ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പ്യുവർ വൈറ്റ് അല്ല കേട്ടോ, ഇതൊരു ഓഫ് വൈറ്റ് പോലെ വരുന്ന കളറ് ബീഡ്സാണ്. പിന്നെ 4mm ഗിയർ വയർ 1 മീറ്റർ തികച്ചെടുക്കുന്നില്ല, 3/4 മീറ്റർ മതി. അങ്ങനെ ഗിയർ വയറും എടുത്തിട്ടുണ്ട്. പിന്നെ എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് എൻഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. എൻഡ് ടേപ്പ് വെച്ചിട്ടില്ലെങ്കിലും അതവിടെ പോരാതെ നിൽക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ബാൻഡ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗിയർ വയറാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ ഒരു വൈറ്റ് ബീഡ്സിനെ ഓരോന്നായിട്ട് കോർത്തെടുക്കണം. നമ്മൾ മാലയൊക്കെ കോർക്കുന്ന അതേപോലെ ഫുള്ളായിട്ട് കോർത്തെടുക്കണം ഈ ഗിയർ വയറിൽ വൈറ്റ് ബീഡ്സിനെ കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഹെയർ ബാൻഡ് കണ്ടാൽ നമുക്ക് നല്ല റിസ്ക് ആണല്ലോ ഇത് ഉണ്ടാക്കാമെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നല്ല റേറ്റിൽ നമുക്കത് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. വൈറ്റ് ബീഡ്സിന് 10 ഗ്രാമിന് 10 രൂപയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുറഞ്ഞ റേറ്റിന് മെറ്റീരിയൽസും കിട്ടും, പിന്നെ നല്ല റേറ്റിന് സെയിൽ ചെയ്യാനും ക്യാഷ് ഉണ്ടാക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡ്സിനെ ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു ഗിയർ വയറിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇത്രയും ലെങ്ത്തിൽ ഈ ഒരു ബീഡ്സിനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഹെയർ ബാൻഡ് എടുത്തിട്ട് അതിൽ ഈ ഒരു ഗിയർ വയറിനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗിയർ വയറിൻ്റെ എൻഡിൽ നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ഈ ഗിയർ വയറിനെ ഹെയർ ബാൻഡിൻ്റെ എൻഡിൽ ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗിയർ വയറിൽ 2 ബീഡ്സ് വീതം ഇട്ടിട്ട് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പണിയുള്ളൂ. നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, 2 ബീഡ്സിനെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടിയിലൂടെ അതെടുത്തിട്ട് നെക്സ്റ്റ് 2 ബീഡ്സിനെ ഇട്ടിട്ട് ചുറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു 3 വട്ടം ചുറ്റിയതിന് ശേഷം അല്ലെങ്കിൽ 4 വട്ടം ചുറ്റിയതിന് ശേഷം ഈ ഒരു ഗിയർ വയർ ബീഡ്സ് കൂടാതെ ഒന്ന് ടൈറ്റായിട്ട് ഇതേപോലെ ഒന്ന് ഗിയർ വയർ മാത്രമായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ അതവിടെ പോരാതെ ഇളകാതെ നിന്നോളും, അല്ലെങ്കിൽ അതിങ്ങനെ ലൂസായിട്ട് വരും. അപ്പോൾ അതേപോലെ 3 4 സെറ്റായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിനെ ഗിയർ വയർ മാത്രമായിട്ട് ഒന്ന് ചുറ്റി ടൈറ്റാക്കി കൊടുക്കണം. അങ്ങനെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ എൻഡ് വരെ അവസാനം വരെ നമ്മൾ ഇതേ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഈ വൈറ്റ് ബീഡ്സിന് പകരം 2 വൈറ്റ് 2 ഗോൾഡ് അതേപോലെ 2 വൈറ്റ് വേറെ ഏതെങ്കിലും കളറൊക്കെ, അങ്ങനെ 2 ആകുമ്പോൾ ഇത് 2 ഒരു കളർ 2 ഒരു കളറാകുമ്പോൾ അതിലേറെ ഭംഗിയുണ്ടാവും കാണാൻ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വൈറ്റ് ബീഡ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിനെ ഫുള്ളായിട്ട് ചെയ്ത്
ചുറ്റി ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മളിത് നല്ലോണം ഒന്ന് ചുറ്റി കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് നല്ലോണം ചുറ്റിയിട്ട് ഈ ബാക്കി വന്ന ഗിയർ വയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ ഉള്ളിലോട്ട് ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഗിയർ വയറിനെ നല്ലോണം ചുറ്റിയിട്ട് ഈ ബീഡ്സിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട്. നല്ല അടിപൊളി ലുക്കിൽ ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡിൽ വേണമെങ്കിൽ എൻഡ് ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. എൻഡ് ടേപ്പ് ചെറിയ 1 ഇഞ്ചിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇതിൻ്റെ എൻഡിൽ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പി നമ്മളെ കുട്ടികളെ ഹെയറിലൊന്നും കുടുങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എൻഡ് ടേപ്പ് വെക്കുന്നത്. അല്ലെങ്കിലും ഊരി പോരൊന്നുമില്ല, ഊരി പോരാതെ ടൈറ്റായിട്ട് തന്നെ അതവിടെ നിന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ബീഡ്സ് അതേപോലെ ഹെയർ ബാൻഡ് മെറ്റീരിയൽസ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്ക് എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, വാട്സപ്പിൽ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങളെ അഡ്രസ്സിൽ അയച്ചു തരുന്നതാണ്. ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് എല്ലാ മെറ്റീരിയലും കൊടുക്കുന്നത്. ഗ്ലിറ്റർ ട്യൂബ്സൊക്കെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ പേസ്റ്റൽ ബീഡ്സുകൾ, മൾട്ടി കളർ ബീഡ്സുകളൊക്കെ ഒരുപാട് എണ്ണം, ഒരുപാട് ഐറ്റം, ഒരുപാട് മോഡലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ബണ്ണ് മെറ്റീരിയൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതുമുണ്ട്. അങ്ങനെ എല്ലാ മെറ്റീരിയൽസും ഹെയർ ആക്സസറീസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് എഴുതിയാൽ മതി, ഞാൻ റിപ്ലൈ തരാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് ഹെയർ ബാൻഡും ബീഡ്സും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം കേട്ടോ.